മാതാവിനെ ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് ജസ്റ്റിൻ ഫ്രാൻസിസ്, ചേരാനല്ലൂർ ഇടവക, എറണാകുളം ജില്ലയാണ്. ഞാൻ ഫെബ്രുവരി 2023 ഫെബ്രുവരി 26 ഉടമ്പടി എടുത്തത്. പല കാരണങ്ങൾ കൊണ്ട് എല്ലാം പ്രതീക്ഷകൾ വിട്ടുപോകുമ്പോൾ വന്ന് അതുപോലത്തെ ഒരു സ്ത്രീയിലായിരുന്നു ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. പ്രത്യേകിച്ച് എൻ്റെ മദ്യപാനം, അതാണ് എടുത്ത് ഏറ്റവും പറയേണ്ടത്. എൻ്റെ മദ്യപാനം എന്ന് ചോദിച്ചാൽ, ഞാൻ ചെറുപ്രായം എന്ന് വെച്ചാൽ ഒരു 20-22 വയസ്സ് തൊട്ട് നല്ല മദ്യപാനിയായിരുന്നു. എല്ലാത്തിനും കൂട്ടുകൂടാനും എല്ലാ കൂട്ടുകാരുമാരും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മദ്യം കഴിക്കുമ്പോൾ എനിക്ക് ആദ്യം പന്തൽ സ്റ്റേജ് ഡെക്കറേഷൻ്റെ പരിപാടികളായിരുന്നു. അപ്പോൾ അത് വരുമ്പോൾ ഇഷ്ടം പോലെ കൂട്ടുകാരും എല്ലാവരും വരും, പൈസകൾ കിട്ടും. മദ്യപാനം ന്യായമായ രീതിയിൽ നല്ല രീതിയിൽ മദ്യപിക്കലും കൂട്ടുകൂടലായിരുന്നു. അപ്പോൾ എന്ത് പരിപാടികളുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ ജസ്റ്റിനുണ്ടോ മദ്യപാനമുണ്ട്. അങ്ങനെ ഒരു രീതിയിലായിരുന്നു എൻ്റെ നടത്തികളും കാര്യങ്ങളും. അത് കഴിഞ്ഞ് നിർത്താനായിട്ട് എൻ്റെ വീട്ടുകാർ, എൻ്റെ അപ്പച്ചൻ, എൻ്റെ പേപ്പന്മാർ, മേമമാർ, ആൻറ്റിമാർ എല്ലാവരും പല ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പോയി ചെന്നാൽ 1 മാസം 2 മാസം ഞാൻ നിർത്തും. ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് അവിടെ അച്ഛന്മാരിങ്ങനെ ധ്യാനം നടക്കാണ്, എന്നോട് ചോദിച്ചു, മദ്യം കഴിക്കണവരൊക്കെ എണീറ്റിക്കാൻ പറഞ്ഞു. അന്ന് കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ എണീറ്റ് നിന്നു. വേറെ ആരുമില്ല, എല്ലാവരും എന്നെ തന്നെ നോക്കണേ. ഞാൻ അപ്പോഴും അവിടെ ഇരുന്നു. പിന്നെ വീണ്ടും അച്ഛൻ ചോദിച്ചു, മദ്യം കഴിക്കണ യുവാക്കളും എല്ലാവരും എണീറ്റിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ എണീറ്റുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഇരുന്നോ, നീ എണീക്കേണ്ടെന്ന് പറഞ്ഞു. അതിന് വീണ്ടും അച്ഛൻ അവിടെ ചോദിക്കുകയാണ്, ഒരു 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് മദ്യം കഴിക്കണവർ എണീറ്റിക്കാൻ പറയാണ്. ഞാൻ എണീറ്റുന്നില്ല അപ്പോഴും. അപ്പോൾ എല്ലാവരും എൻ്റെ മുതലേക്ക് നോക്കണേ, ഞാനെന്താ എണീക്കാതെന്ന്. 300 രൂപ ചോദിച്ചു, 400, 500 രൂപ മുകളിൽ കഴിക്കണം മദ്യം കഴിക്കണം എണീറ്റിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എണീറ്റുന്നു. അപ്പോൾ എല്ലാവരും അപ്പോഴും എൻ്റെ മുതലേക്കാണ്. അങ്ങനെ തികഞ്ഞൊരു മദ്യം. അപ്പോൾ അതൊക്കെ ധ്യാനമൊക്കെ കഴിഞ്ഞ് വന്ന് 1 മാസത്തിൽ കൂടുതൽ വീണ്ടും ഞാൻ പഴയ രീതിയിൽ തന്നെയായി. ഇത് കഴിഞ്ഞ് പല രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകൾ വന്നു. കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ. എനിക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ജോലിയുണ്ട്, ഗവൺമെൻറ് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. അത് HR ആയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2013 അത് SLR ആയിട്ട് എനിക്ക് സ്ഥിരമായിട്ട് ജോലിയായി കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് ഡെക്കറേഷൻ്റെ പരിപാടിയുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ പെരുമ്പാവൂർ ടൗണിൽ എല്ലാ ബാറിലും എന്നെ അറിയും. എൻ്റെ രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അവിടെ ചെന്നാൽ സപ്ലൈമാർക്ക് അറിയാം, എൻ്റെ കൂട്ടുകാരന്മാർക്ക് അറിയാം. എൻ്റെ കൂട്ടുകാരന്മാർ ഞങ്ങൾ ഗ്യാങ് ചെല്ലണേ, ചെല്ലുമ്പോൾ തന്നെ എൻ്റെ വീതം അവിടെ എടുത്ത് വയ്ക്കും, നല്ല രീതിയിൽ തന്നെ. അത് ഞങ്ങൾ ചെല്ലുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാങ് കുറേ ഉണ്ട്. അപ്പോഴും എൻ്റെ വീതം അവിടെ ഉണ്ടാവും, എൻ്റെ കോട്ട അവിടെ എടുത്ത് വയ്ക്കും. ഞാനത് കഴിച്ച് ഇങ്ങോട്ട് പോരും. അതുപോലെ തന്നെ 3 ബാറിൽ സ്ഥിരം പറ്റായിരുന്നു എനിക്ക്. അപ്പോൾ എല്ലാവരും ചോദിക്കും, എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല അതൊന്നും. ഞാൻ മദ്യം കഴിക്കാൻ ചെല്ലുന്നു. അവിടെ ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ, സ്വന്തക്കാർ ദിവസം എൻ്റെ ചേട്ടന്മാർ വന്നപ്പോൾ ഞാൻ പെരുമ്പാവൂർ ബാറിൽ ചെന്ന് ഞാൻ കൗണ്ടറിൽ നിന്നപ്പോൾ എനിക്കുള്ള മദ്യം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടന്മാരൊക്കെ എൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്, ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. അത് ഞങ്ങൾ മിണ്ടാണ്ട് ഇറങ്ങി പോരാണ്. അപ്പോൾ പൈസ കൊടുക്കണില്ലെന്ന് ചോദിച്ചു. അത് കുഴപ്പമില്ല, അത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ഇറങ്ങി പോരെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എല്ലാവരും പറയുകയാണ്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറയുകയാണ്, വലിയമ്മച്ചമാരും മക്കളും എല്ലാവരും. ഓക്കെ, അത് കഴിഞ്ഞ് ഞാനത് കഴിഞ്ഞ് എല്ലാ രീതിയിലും കഴിഞ്ഞ് പിന്നെ കുറേ കേസുകളൊക്കെ ആയി, ഓരോ കാര്യങ്ങളായിട്ട് നടക്കുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ വന്ന് എൻ്റെ എല്ലാ രീതിയിലുള്ള പിന്നെ സാമ്പത്തികമായ കടബാധയും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങുകയാണ്. അപ്പോൾ 2023 വന്ന് ഫെബ്രുവരി മാസം ഞാൻ വിളി കൂട്ടിയിട്ട് പറഞ്ഞു, നമുക്കൊന്ന് കൃപാസനത്തിൽ പോകണം, നീ ഉടമ്പടി എടുത്തോന്ന് ഞാൻ ആദ്യം പറഞ്ഞോളൂ. പക്ഷെ ഞാൻ ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ നേരെ വന്നത്, ഇവിടെ എനിക്കൊന്നും അറിയില്ല, വന്ന് നേരെ ഞാനിവിടെ കണ്ടത് ഫ്രാൻസിസ് സേവ്യാറിൻ്റെ രൂപമാണ്. ഞങ്ങളുടെ ഇടവദ്യ മധ്യസ്ഥനാണ് ഫ്രാൻസിസ് സേവ്യാർ. അപ്പം ഞാൻ പറഞ്ഞു, ശൗര്യാരുണ്യാളാ, ഞാൻ വന്ന് നല്ല സ്ഥലത്ത് തന്നെയാണ്, എന്നെ കൈവിടില്ല, എനിക്ക് എൻ്റെ മദ്യപാനം നിർത്തണം. ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ആ മോളിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പേരിലാക്കി ഉടമ്പടി. അന്ന് തൊട്ട് ഓരോ കാര്യങ്ങളെ മാർച്ച് 1 ഞാൻ ഉടമ്പടി നോക്കണം, സംസാരിച്ച് ഇത് സ്വീകരിച്ച് 1 തൊട്ട് ഞങ്ങൾ കുടുംബം ഉടമ്പടി നോക്കി. അവിടെ നിന്ന് തൊട്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഞാൻ മുമ്പോട്ട് പോവാണ്. എൻ്റെ ഒരുവിധം എല്ലാ സാമ്പത്തികമായി പല ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് മാതാവും ഈശോയും കൂടി നടത്തി തരുമ്പോൾ എൻ്റെ മനസ്സിന് ഒന്നും കൂടി ഇതായി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഇളയ പെങ്ങളുടെ കല്യാണം വരാണ്. ഇളയ പെങ്ങൾ പേപ്പറിൻ്റെ മുകളിലാണ്. പേപ്പറിൻ്റെ മുകളിലെ കല്യാണം ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് കാറ്ററിംഗുകാരെ ഏൽപ്പിക്കലില്ല. ഞങ്ങൾ തന്നെയാണ് പോത്ത് വെട്ടി ആഘോഷമായിട്ടുള്ള സദ്യ എടുത്തൽ. അത് 3 ദിവസത്തെ പരിപാടിയായിരിക്കും. അത് നടത്തുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ തന്നെയായിരിക്കും. മദ്യം എൻ്റെ അടുത്താണുള്ളൂ. എല്ലാ കൂട്ടുകാരും വീട്ടുകാരും വന്നാലും മദ്യം ജസ്റ്റിൻ്റെ അടുത്തുണ്ട്. അതാണ് അന്ന് ഇതും. ഈ ലാസ്റ്റിലത്തെ കല്യാണമായപ്പോൾ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പോകുന്ന സമയമായതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് ആരും വരണ്ട, മദ്യമില്ല, ഒന്നുമില്ല, ഒരു പരിപാടികളുമില്ല. അത് പറഞ്ഞ് അതുമാതിരി തന്നെ ഞങ്ങൾക്ക് ഈ മോനുണ്ടായി കഴിഞ്ഞപ്പോൾ, എനിക്ക് വൈകിയാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ആ മോനുണ്ടായി കഴിഞ്ഞപ്പോൾ ബർത്ത്ഡേ നടത്തി. ബർത്ത്ഡേ ആഘോഷമായിട്ട് ബർത്ത്ഡേ എടുത്തി. 350-400 ആളുടെ പരിപാടി എടുത്തി. എല്ലാവരോടും പറഞ്ഞു, ഒരാളും എൻ്റെ വീട്ടിലേക്ക് മദ്യം ചോദിച്ച് വരണ്ട, ഞാൻ മദ്യം കഴിക്കണില്ല. അങ്ങനെ പറഞ്ഞ് ഭംഗിയായിട്ട് പരിപാടി നടത്തി. ഇപ്പോൾ 2.5 വർഷമായിട്ട് ഒരു തുള്ളി മദ്യമോ എൻ്റെ വീട്ടിലേക്ക് കയറ്റുകയോ ആരുടെ കൂടെ കൂടാനോ ഒരു പരിപാടി ഇല്ലാണ്ട്
ഭംഗിയായിട്ട് സന്തോഷത്തോടെ പോവാണ്. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഇനിയുള്ളത് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ 2023 നവംബർ 18 അവിടെ ഡേറ്റ് പറഞ്ഞിരുന്നത്. ആ പറഞ്ഞിരുന്ന ഡേറ്റിൽ എൻ്റെ സാമ്പത്തികമായിട്ടൊന്നും തീരെ ഞാൻ എല്ലാ കൂട്ടിലും കൂടി ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ എൻ്റെ ആൻറ്റിമാരും പറഞ്ഞു ന്യായമായിട്ട് പൈസ ഒക്കെ വേണ്ട വരുമല്ലോ മോനെ എന്ന് പറഞ്ഞു. അത് നടക്കും, മാതാവിൻ്റെ ഒപ്പം പാലില്ല. ഞാൻ ഒക്ടോബർ 20 ഇവിടെ ജവമാല റാലിക്ക് വന്ന് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, മാതാവേ എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, പിന്നെ അവൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകാൻ പൈസകളൊന്നും എൻ്റെ കയ്യിലില്ല, മാതാവ് വലിയൊരു അത്ഭുതം നടത്തണം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ തൊട്ട് ജവമാല ചൊല്ലി അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഒറ്റ ജവമാലയിൽ ഇത് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. എൻ്റെ അമ്മ മാതാവേ എൻ്റെ ഈ കടങ്ങളൊക്കെ ഒന്ന് തീർത്ത് എനിക്ക് തരണം. ഞാൻ അങ്ങനെ തന്നെ ചെന്ന് ഇത് കഴിഞ്ഞ് വീട്ടിലിരുന്നപ്പോൾ ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു മൊബൈലിൽ. അപ്പോൾ ഞാൻ SBIയിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ട് 2 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ട്. അത് ശമ്പളം കിട്ടുമ്പോൾ കറക്റ്റായിട്ട് പിടിക്കും, എന്നാലും ചെന്ന് നോക്കാം. ഞാൻ ബാങ്കിൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനൊരു മെസ്സേജ് വന്നല്ലോ. അപ്പം മാഡം സൗമിനി എന്ന് പറഞ്ഞ മാഡം പറഞ്ഞു ജസ്റ്റ് ഇതിങ്ങനെ കാര്യമാണ്, വല്ല പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ട്, എനിക്ക് ഇത്ര രൂപ. അപ്പം നിൻ്റെ സാലറി എത്ര വെച്ചാൽ സാലറി കറക്റ്റ് കാര്യം പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ മാനേജർ റൂമിൽ പോയിട്ട് മാഡം വന്നിട്ട് പറഞ്ഞു ജസ്റ്റ് നിനക്ക് 7 ലക്ഷം രൂപ ഒരു ലോൺ തരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അപ്പോൾ എന്താ പ്രൊസീജിയർ വേണമെന്ന് വെച്ചു. വേറെ ഒന്നും വേണ്ട, നിൻ്റെ സാലറി സ്ലിപ്പ് പോയി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ എയിനെ വിളിച്ച് പറഞ്ഞു സാറേ ഇങ്ങനെ അത്യാവശ്യമുണ്ട്, അപ്പോൾ എനിക്കൊരു സാലറി സ്ലിപ്പ് ജസ്റ്റ് ഇങ്ങോട്ട് പോരാ, ഒരു അപേക്ഷ എഴുതി വെച്ചോ. അപ്പം തന്നെ ഞാൻ അപ്പോൾ മാഡം പറഞ്ഞു ഇന്ന് തന്നെ പോരാ, എല്ലാ കാര്യം റെഡിയാക്കാമെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ 2 മണിയായപ്പോഴേക്കും ഓഫീസിൽ ചെന്ന് അവിടെ നിന്ന് അപേക്ഷ ചെയ്തപ്പോൾ ഞങ്ങൾ ആലുവ സബ് ഡിവിഷനിൽ പോകണം. സബ് ഡിവിഷനിലേക്ക് HCനെ വിളിച്ച് പറഞ്ഞു അവിടുന്ന് പേപ്പർ മേടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും 5:30 ആയപ്പോഴേക്കും മാഡത്തിനെ വിളിച്ച് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ പോരട്ടെന്ന് പറഞ്ഞു. 10 മണിക്ക് ഞാൻ 10:30 ആയപ്പോൾ ബാങ്കിൽ ചെന്ന് നിന്ന് കഴിഞ്ഞ് ഇപ്പോൾ ബാങ്കിൽ മാനേജർ ലീവായ കാരണം എൻ്റെ ഈ ലോണിൻ്റെ കേസിൻ്റെ പറഞ്ഞ മാഡം അന്ന് സൈറ്റിൽ പോയി കാണും. ഞാൻ ഉച്ചവരെ നോക്കിയിരുന്നു, അപ്പം നടക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാഡത്തിനോട് ചോദിച്ചു മറ്റേ വേറെ മാഡത്തിൽ ഇങ്ങനെ സംഭവം ഇങ്ങനെ കാര്യമുണ്ടല്ലോ മാഡം എനിക്കിങ്ങനെ പൈസയ്ക്ക് അങ്ങനെ. അപ്പോൾ പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. വിളിച്ചു നോക്കി പറഞ്ഞു 3 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. ഞാൻ ഓഫീസിൽ പോയിട്ട് വീണ്ടും 3 മണിയായപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ 4 മണിക്ക് അവിടെ ഇരുന്നു, അപ്പോഴും നടക്കുന്നില്ല. അപ്പം മാഡം പറഞ്ഞു ആ സ്ലിപ്പ് ഇങ്ങോട്ട് തന്നേരെ ഞാൻ സൗമ്യമാരന്മാർ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൗമ്യമാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ സ്ലിപ്പ് അവിടെ കൊടുത്തേരെ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ 5 വീട്ടിൽ പോയി 5:30 ഒരു വിളിയില്ല. 6 മണിയായി കഴിഞ്ഞപ്പോൾ ഒരു വിളിയില്ല. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ അളിയൻ്റെ കൊച്ചിന് പാടില്ല എന്നൊരു ഹോസ്പിറ്റലിലേക്ക് വേണ്ടി വിളിച്ചു. ഞാൻ ശരിയാക്കി ഇരിങ്ങാലക്കുടിക്ക് പോകണം, ഞങ്ങൾക്ക് കാലിലൂടി പോകാം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലം കൂടി കറങ്ങിപ്പോവാം. ഇന്ന് കറങ്ങി എന്തോ മനസ്സിലന്ന് വീട്ടിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ തോന്നി. 6:20 വല്ല കൂപ്പിടി എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചേക്കാണ് ജസ്റ്റിനെ എവിടെ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടല്ലോ സാറേ. ജസ്റ്റിൻ്റെ ഓഫീസിലെ ഡീറ്റെയിൽ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. ഡീറ്റെയിൽ പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞപ്പോൾ ആ ഡീറ്റെയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും ഞാൻ വണ്ടി എടുത്ത് അന്ന് ഈ വഴിക്ക് പോകണ്ട ഇങ്ങനെ വഴിക്ക് തന്നെ പോകാം, ഇച്ചിരി 2 കിലോമീറ്റർ കൂടി കറങ്ങിപ്പോകാം. അങ്ങനെ വണ്ടി എടുത്ത് കറക്റ്റ് 7:10 ആയപ്പോൾ വീണ്ടും അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് വിളിച്ചേക്കാണ് ജസ്റ്റിന് അവിടെയുണ്ട്, എത്രയും വേഗം ബാങ്കിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച മാതാവ് എന്താ. ഞാൻ അപ്പം തന്നെ 10 മിനിറ്റും കൊണ്ട് എനിക്ക് അവിടുന്ന് 10 മിനിറ്റ് മതി. അപ്പോൾ ചെന്നേ 10 മിനിറ്റ് കൊണ്ട് ബാങ്കിൽ 7:20 അപ്പോൾ ചെന്നപ്പോൾ ഒരു സാറ് പുറത്തേക്കണോ ഈ സൗമിനി മേഡം അകത്ത് നിൽക്കണു. ജസ്റ്റ് വേഗം കയറി വന്നു പറഞ്ഞ് ചെന്ന് വേഗം 4 പേപ്പർ എടുത്തിട്ട് ഇതിനകത്ത് ഒപ്പിട്ട് ബാക്കിയുള്ളത് പിന്നെ വന്ന് ജസ്റ്റിന് ഒപ്പിട്ട് മതി, ജസ്റ്റ് വേഗം ഒപ്പിട്ട്. എന്നെ ഇവിടുന്ന് എന്തോ മാഡം തന്നെ പറയണേ എന്നെ ഈ ബാങ്കിൽ വന്നിട്ട് ഞാൻ 5-6 മണിയായിട്ട് വന്നിട്ടും ജസ്റ്റിൻ്റെ പേപ്പർ എടുത്തിട്ട് എന്നെ വിടാൻ എനിക്ക് പോകാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. ഓക്കെ മാഡം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു മാതാവ് കൂടെ ഉണ്ട്, എൻ്റെ കൃപാസന മാതാവ് എൻ്റെ ഒപ്പമുണ്ട് സാറേ, അതുകൊണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് ഏത് മാതാവ് വെച്ചാൽ പറഞ്ഞു കൃപാസന ആൽപ്പ. ഞാൻ കേട്ടിട്ടുണ്ട് ജസ്റ്റിയാന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ എൻ്റെ 7:24 എൻ്റെ അക്കൗണ്ടിൽ സന്ധ്യയ്ക്ക് 7 ലക്ഷം രൂപ അങ്ങോട്ട് കയറാണ് എൻ്റെ അക്കൗണ്ടിൽ. ഞാൻ അവിടുന്ന് മാതാവിനും വിളിച്ചിറങ്ങി എൻ്റെ ഹോസ്പിറ്റൽ കേസെല്ലാം ഭംഗിയായിട്ട് നടത്തി എല്ലാ കടങ്ങളൊക്കെ തീർത്ത് സ്വസ്ഥമായി ഞാൻ സന്തോഷത്തോടെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നല്ല ഇതായിട്ട് ജീവിക്കണേ. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് പത്രം ആദ്യത്തെ ദിവസം പത്രം ഞങ്ങൾ കൊണ്ടുപോയി. ഇപ്പോൾ എനിക്ക് കൊടുക്കാനും മടിയായിരുന്നു ഈ പത്രം എല്ലാവരും കൊടുക്കാനും ഇത്. അപ്പോൾ അവൾ കൊണ്ടുപോയി അവളോടൊക്കെ ആയിട്ട് കൊടുത്തു. അപ്പോൾ നിർത്ത്. അതിന് 2ാമത്തെ ദിവസം പിന്നത്തെ മാസം വന്ന് മേടിച്ചപ്പോൾ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടാണ് ഞാൻ മേടിച്ച പത്രം വന്നു. അച്ഛൻ പറഞ്ഞു നാട്ടിലാരും കൊടുക്കണില്ല, പോണവർക്ക് എവിടെയെങ്കിലും കൊളിച്ച് ഇങ്ങനെ പാത്രം കൊടുക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് നാട്ടിൽ കൊടുത്ത എന്താ കുഴപ്പം, അയൽവക്കങ്ങളിൽ കൊടുത്ത എന്താ കുഴപ്പം എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ രാവിലെ എണീറ്റ് 5:45 കുർബാനയ്ക്ക് പോയി തിരിച്ച് വന്ന് പത്രം എല്ലായിടത്തും കൊണ്ട് എല്ലാ വീടുകളിലും പോയി കൃപാസനത്തിൽ പത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെല്ലുന്ന വീടുകളിൽ മിക്ക ഞങ്ങളുടെ അയൽക്കത്തെ വീട്ടുകാരൊക്കെ ഇവിടെ നിന്ന് ഉടമ്പെടുത്തുന്ന ടീമുകളാണ്. അതൊക്കെ ഞാൻ അറിയുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയ പിന്നെയാണ് ഞങ്ങളുടെ നാട്ടിലുള്ള മിക്ക ആൾക്കാർ ഉടമ്പടിക്കാരാണ് ഒക്കെ അവർ പറഞ്ഞു തുടങ്ങിയത്. ഞാൻ എല്ലാ മാസം ഇപ്പോൾ 2.5 വർഷമായി എല്ലാ മാസം മുടങ്ങാണ്ട് ഞങ്ങളുടെ അയൽക്കങ്ങളിൽ എല്ലായിടത്തും വേണ്ടപ്പെട്ട എല്ലാ വീടുകളിലും പത്രം എത്തിക്കും. അത് ചില ചേച്ചിമാരും അമ്മച്ചിമാരും ഉണ്ട്, വേറെ ആരും കൊണ്ടുപോയി കൊടുത്താൽ അവർ മേടിക്കില്ല. ഞാൻ എത്ര വൈകി ചെന്നാൽ ആ പത്രം നോക്കി അവരിരുന്ന് ആ പത്രം വായിച്ച് ഞങ്ങളിന്ന് വർത്താനം പറഞ്ഞ് അവിടെ പോരാറുള്ളൂ. അത് അങ്ങനെ ഒരു പത്രത്തിൻ്റെ കേസിൽ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളികളിൽ കുർബാന ഞാൻ ഇതുവരെയായിട്ടും
അത്രയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല മാത്രമേ കുർബാനയുടെ മുടങ്ങാറുള്ളൂ. അതുമാതിരി കുമ്പസാരം എല്ലാ 15 ദിവസം കഴിയുമ്പോഴും ഞാൻ കുമ്പസാരിക്കും. ഇപ്പോൾ പള്ളി പോയി കുമ്പസാരിച്ച് തുടക്കം തൊട്ട് കുർബാനയിൽ പങ്കെടുത്ത് എല്ലാ ആത്മീയ കാര്യങ്ങളിലും ഇപ്പോൾ ഞാൻ ഭംഗിയായിട്ട് പങ്കെടുക്കുന്നു. ഒരു തടസ്സങ്ങളില്ലാണ്ട് മുമ്പോട്ട് പോകുന്നു. അതുപോലെ തന്നെ പിന്നെ കാര്യപ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് ഭക്ഷണം കൊടുത്തത്. അപ്പോൾ അവിടെ കൊടുത്തപ്പോൾ പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഭയങ്കര പ്രൊസീജിയറൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ രോഗികളെ കണ്ട് അപ്പോൾ അവർ പറഞ്ഞു 100 ആളിവിടെ ഉണ്ട്, 100 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ തന്നെ എൻ്റെ അമ്മച്ചി ഞാനും അവളും എൻ്റെ മേമമാരും കൂടി ഞങ്ങൾ ചോറും മാങ്കറിയൊക്കെ ഉണ്ടാക്കി 100-125 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കൊണ്ടുപോയി കൊടുത്തു. കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് രോഗികൾ കഴിക്കേണ്ടത് വന്നൂരും എല്ലാവരും കൊടുത്തു, നല്ലോണം ഭക്ഷണം കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കെന്ത് തോന്നി, അവിടെ വരുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാരുടെ സ്പോൺസറുണ്ടെന്ന് പറയുകയാണ്. അത് ഞങ്ങളിവിടെ സ്നേഹതീരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 കിലോമീറ്റർ പോയാൽ മതി, അവിടെ ഒരു 50 പേരേ ഉള്ളൂ. അപ്പോൾ അവിടെ ഞാൻ ചെന്ന് ചോദിച്ചു, പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞത് ഞാൻ ഇതുവരെ ഇപ്പം അന്ന് കൊടുത്ത എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ 50 ആൾക്കുള്ള ഭക്ഷണം മുടങ്ങാണ്ട്, എൻ്റെ കയ്യിൽ ചില സമയത്ത് പൈസ ഇല്ല, ആ സമയം പൈസ വരും, മുടങ്ങാണ്ട് അവർക്ക് നല്ല ചോറും മാങ്കറിയും ബീഫും ഒക്കെ വെച്ച് ഇതുവരെയായിട്ട് ഞാൻ മുടങ്ങിയിട്ടില്ല. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും അവർക്ക് ഭക്ഷണങ്ങൾ കൊടുത്ത് ഭംഗിയായിട്ട് ഞാൻ പോരുന്നു. അങ്ങനെ എനിക്കിനിയും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ തൈലം, മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് വലിയൊരു അത്ഭുതം എനിക്ക് കിട്ടി. അവൾ ഹോസ്പിറ്റലായ സമയത്ത് വീട്ടിലാണെങ്കിൽ അമ്മച്ചി അനിയനും കൂടി കടയിലാണ്. അപ്പോൾ എൻ്റെ കാല്, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ കാലുമ്പോൾ ഭയങ്കര നീര് മാതിരി ഉണ്ടായി മുട്ടിൻ്റെ ഇവിടെ. അപ്പോൾ അത് തൈമ്പിൻ്റെയാണ്, വിഷയമില്ല. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ 2 ദിവസം നടന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ബൈക്കുമേന്ന് എനിക്ക് ആക്റ്റീവിൽ ഇറങ്ങാൻ പോലും പറ്റണില്ല. അപ്പോൾ ഞാൻ മേമേനെ ഇവർക്ക് വിളിച്ചു പറഞ്ഞു, മേമേ എൻ്റെ കാല് അനക്കാൻ പോലും പറ്റണില്ല. നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ തുട ഇവിടെ തൊട്ട് നമ്മുടെ മുട്ടിൻ്റെ നമ്മുടെ കണ്ണങ്ങാലും മുകളിൽ ചൊകാന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ട് നീ എത്രയും വേഗം പോയി ഹോസ്പിറ്റലിൽ, കാലിൽ പഴുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു ചേച്ചി ഒന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ എങ്ങനെ വീട്ടിലും നടക്കൽ കയറാൻ പറ്റില്ല, മേമയുടെ ഒക്കെ പിടിച്ചാക്കി ഞാൻ നേരെ കസേര എടുത്ത് പ്രാർത്ഥന റൂമിൽ പോയിരുന്നു. അവിടെ ഇരുന്ന് മാതാവിൻ്റെ തൈലെടുത്ത് പുരട്ടി അവിടെ ഇരുന്നൊരു ധ്യാനമൊക്കെ കേട്ട് അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ കാലിൽ ഭയങ്കര തണുപ്പ് മാതിരി എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി. ഞാൻ ബാത്റൂമിൽ ചെന്നിരുന്ന് അവിടെ ഇരിക്കാൻ പറ്റില്ല, എന്നാലും ഇരുന്ന് കഴിഞ്ഞ കാല് പതുക്കെ നീട്ടി വെച്ചിരുന്നേ, പതുക്കെ കാലറിയാതെ തണുപ്പ് മടക്കാല ആ മുട്ടിൻ്റെ അവിടെ പതുക്കെ ചെറിയ പൊട്ടൽ മാതിരി വന്നിങ്ങനെ നമ്മുടെ ഈ ശരിക്കും ചേരാം അതുമാതിരി ചോരയൊക്കെ ആയിട്ട് ശരിക്കണം. ഞാൻ ശരിക്കും അങ്ങോട്ട് പോവാണ് എൻ്റെ കാലമെന്ന്. ഞാൻ ശരിക്കും അത് ഞെക്കി കളഞ്ഞ് കുറച്ച് നേരം കഴുകി കളഞ്ഞ് വീണ്ടും വന്നിരുന്ന് 2 പ്രാവശ്യം എനിക്കത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിത് വരെയായിട്ടും ഇപ്പോൾ 1.5 കൊല്ലത്തിനടുത്താവണു, ഒരു കുഴപ്പങ്ങളില്ല. ആ തൈലം കൊണ്ട് മാത്രമാണ് ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഉപ്പ്, പല്ലുവേദന ഉണ്ടായിരുന്നു എനിക്ക്, കൊല്ലങ്ങളായിട്ടുള്ള പല്ലുവേദനയാണ്. എന്ന് വന്നാലും അമ്മച്ചി പറയും നീ പല്ല് എടുത്ത് കളാം. ഞാൻ പറഞ്ഞാൽ എടുത്ത് കളയാമുള്ള. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവിൻ്റെ ഉപ്പ് ഇരിക്കണ്ടല്ലോ, ആ ഉപ്പ് എടുത്ത് ഞാൻ വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. ഇതുവരെയായിട്ടും പിന്നെ ഇപ്പോൾ 1 കൊല്ലം 1.5 കൊല്ലം എനിക്ക് പല്ലുവേദന വന്നിട്ടില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലും എനിക്ക് സാമ്പത്തികമായ കാര്യങ്ങളായാലും എൻ്റേതായ അസുഖങ്ങളൊന്നും. ഇപ്പം ഇന്നലെ എൻ്റെ മോൻ്റെ കാല് ഒന്നിപ്പോൾ കണ്ടില്ല, ഞാൻ എന്ത് വന്നാലും വേഗം പ്രാർത്ഥിച്ചിട്ട് തൈലെടുത്ത് വരട്ടും. ഇന്നലെ അവൻ്റെ കാല് ചെറുതായിട്ടൊന്ന് മുട്ടിയാവും വെട്ടി കഴിയാൻ പറയാണ്, അപ്പാന്നില്ല ആ തൈലം കാണിച്ചെന്നിട്ട് വേഗം പറ്റാനാവും പറഞ്ഞ അവിടെ. ആ തൈലം അവന് പറ്റി കൊടുത്തുമ്പോൾ അവൻ മാതാവിനെ കണ്ട് സ്തുതി ആ കാശ് അവൻ്റെ കൊടുക്കണം. അതും കൊടുത്ത് ഞങ്ങളിങ്ങനെ പോകുന്നു. ഇപ്പോൾ എല്ലാവിധ അനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഈശോയുടെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതി.